മോട്ടോർ വൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേറെ എവിടെയല്ല, കളത്തിലും കാർസ് ആണ്. അതായത് നമ്മുടെ പാലക്കാട് ബൈപ്പാസ് റോട്ടുമല്ല ഒരു ലക്ഷറി കാർസിന്റെ ഷോറൂമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഔഡിന്റെ A4 വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെഹിക്കിളിന് സെയിലുള്ളതാണ് കേട്ടോ. ഔഡിന്റെ A4 ഇതിന്റെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് പോയാൽ അത് മുന്നേ നമ്മളൊരു CLന്റെ വീഡിയോ ഇട്ടിനും ആ ഒരു വെഹിക്കിൾ സെയിലിനാണ്. അതിന്റെ വീഡിയോ കാണാത്ത നമ്മൾ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ Audi A4ന്റെ ജസ്റ്റ് ഡീറ്റെയിൽസിലോട്ടൊന്ന് പോവാം. അപ്പോൾ Audi A4 എല്ലാവർക്കും അറിയുന്നതാണ്. പ്രീമിയം ബ്രാൻഡിൽ ഏറ്റവും ടോപ്പ് ബ്രാൻഡിൽ ഒന്നാണ് നമ്മുടെ Audiന്റെ A4. ഫ്രണ്ടിൽ ഒരു ക്രോമിയം എലമെന്റോട് കൂടിയുള്ള ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. സെൻസേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ടർ ലാമ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. സിംഗിൾ യൂണിറ്റ് ആണ്, മൾട്ടി വ്യൂമും സിംഗിൾ വ്യൂവും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. DRS കാര്യങ്ങളും വരുന്നുണ്ട്. താഴെ നോർമൽ ബമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫോഗ് ലാമ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എഞ്ചിനീയറിംഗ് അടിപൊളിയായിരിക്കും. അതായത് ഡിസൈനും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാട് ക്യാരക്ടർ ലൈൻസ്, ബോൾഡ് ലൈൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഹുഡ് അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത്തിലൊരു ഹുഡും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. താഴെ നമുക്ക് 17 ഇഞ്ചിന്റെ ഒരു വീൽ ആൻഡ് അലോയ് കൊടുത്തിരുന്നില്ലേ. 225 ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി അലോയ് വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടയർ ആൾമോസ്റ്റ് വരുന്നുണ്ട്. സൈഡിലോട്ട് പോകാൻ ഒരു കീല സെൻറ്ററിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഫോൾഡ് മിറേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് വീലും സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. കീല സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡീസൽ വേരിയൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഒന്ന് പോകുന്നുള്ളൂ, കാരണം നമുക്ക് ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡറാണ്. ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാട്ടി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എക്സ്റ്റീരിയർ അപ്പോൾ 35 TDI എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ 2 ലിറ്റർ എഞ്ചിനാണ് വന്നിട്ടുള്ളത് കേട്ടോ. LED ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. Audi A4 എന്നുള്ള ബാഡ്ജിങ് ആണ്. എക്സോസ്റ്റ് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു നീറ്റ് ആൻഡ് ക്വാളിറ്റി വെഹിക്കിളാണ് വന്നിട്ടുള്ളത്. മുകളിൽ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾ ഓവർ സ്ക്രാച്ച്ലെസ് വെഹിക്കിളാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ടില്ല. നമ്മുടെ പാസഞ്ചർ ആൻഡ് ഡ്രൈവർ സീറ്റ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഇന്റീരിയർ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വെഹിക്കിൾ ക്ലോസ് ചെയ്യാം. ഇനി ഇതിൻ്റെ വേറെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാതെ, അതായത് നമ്മൾ ഈ കീ ഉണ്ടല്ലോ, ജസ്റ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. അല്ലാതെ പുഷ് ബട്ടൺ അല്ല വരുന്നത്, ഡയറക്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. സോറി, പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ. സോ അതിന് ഇൻറ്റീരിയർ ഒക്കെ കണ്ടില്ല, ബ്രൗൺ ഫിനിഷാണ്. അതുപോലെ തന്നെ ബീച്ച് കളറും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒട്ടും ഫെയ്ഡ് ആയിട്ടില്ല. അതുപോലെ തന്നെ പൊട്ടലുകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പാസഞ്ചർ സൈഡ് നേരത്തെ പറഞ്ഞു ഇലക്ട്രിക്കലാണ്. അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയയാണ് വന്നിട്ടുള്ളത്. കണ്ടില്ല, ഫ്രണ്ടൊക്കെ ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ കൺസോളാണ്. പ്ലസ് നമുക്ക് അനലോഗിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. RPM മീറ്റർ ആണിത്, കണ്ടില്ലേ. അതുപോലെ സ്പീഡോമീറ്റർ ആണ്. പിന്നെ ഇവിടെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഇതാണ് നമ്മുടെ ഓടിൻ്റെ ഗിയർ ലിവർ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു ബ്രൗൺ ഫിനിഷ് കാണാം. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടച്ച് സ്ക്രീൻ അല്ല കേട്ടത്, കണ്ടില്ലേ. ടച്ച് സ്ക്രീൻ അല്ല, നമുക്ക് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ ഭാഗത്തോട്ടും വരുന്നുണ്ട്, കണ്ടില്ലേ. ഒക്കെ അതിൻ്റെ കൺട്രോൾസ് ആണ്. ഹസാർഡ് ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ചെറിയൊരു അലുമിനിയത്തിൻ്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം വലിയ സൺറൂഫ് തന്നെയാണ്. ഒരു സിംഗിൾ പാനലാണ്. ഇത് നമ്മൾ ജസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചാണ്. അതായത് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കാണുന്നത് ഓരോ മോഡ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് 1 ടാപ്പിൽ ചെയ്താണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രേ പോവുള്ളൂ. ഇനി നമ്മൾ ഒന്നും കൂടെ ടേൺ ചെയ്താൽ വീണ്ടും പോകും. അങ്ങനെ അത് ഫുള്ളാക്കി പോയാൽ ഏറ്റവും ബാക്കിലോട്ട് പോകും കേട്ടോ. വാവ്, അവിടെ നല്ലൊരു ലോഗോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വിത്തിൻ ആ സ്കൈൻ്റെ ഒരു എഫക്റ്റിൽ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു സൺറൂഫിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ അറിയാലോ, കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ AC കൺട്രോൾ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് ഇവിടെ അങ്ങനെ തിരിച്ചാൽ, അതായത് ക്ലൈമറ്റ് കൺട്രോൾ, അതായത് കൂളിംഗ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഫാൻ എന്നുള്ള ബട്ടൺ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ താഴെ ഈ ഫാന് ജസ്റ്റ് നിൽക്കിയാൽ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്താൽ ഇതിൻ്റെ ഫാനേ കൺട്രോൾ ആവുള്ളൂ. നേരെ മറിച്ച് ജസ്റ്റ് ഇവിടെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഇത് നമുക്ക് ഇതിൻ്റെ ആ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അതാണ് ഇതിൻ്റെ സ്റ്റീരിംഗ് വീലും കാര്യങ്ങളും വരുന്നത്. ലൈറ്റ്സിൻ്റെ കൺട്രോൾ ഇവിടെയാണ്, അറിയാലോ. പിന്നെ ഇതിൻ്റെ മെമ്മറി ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ ആണ് വരുന്നത്. അവിടെ ഹൈലൈറ്റ് ആണ്. ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ്സിങ്ങും കാര്യങ്ങളും വരുന്നത് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടൊന്ന് പോയോക്കാം. ബീച്ച് കളറും കാര്യങ്ങളാണ്. റൂഫൊക്കെ ഒരു ബീച്ച് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് AC കൺട്രോൾ ചെയ്യാൻ, അതായത് ഫാൻ ജസ്റ്റ് നമുക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ സംഭവം മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കൺട്രോൾസും കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. എങ്കിലും ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ ട്രേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു സെറ്റപ്പാണ്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല രീതിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റിംഗ് പൊസിഷനാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് തൈ സപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. റൂമും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഹെഡ് റൂമൊക്കെ നോക്കിയാൽ മനസ്സിലാവും, കണ്ടില്ലേ. ഹെഡ് റൂമൊക്കെ അത്യാവശ്യം ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു റിക്ലൈൻ പൊസിഷനൊക്കെ ഭയങ്കര ഇതാട്ടോ. നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ഇതിൽ ഇരിക്കാൻ, പക്ഷെ ഇതിൽ ഭയങ്കര കംഫർട്ടാണ്. നല്ല ലോവേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇവിടെ നല്ല ഫ്രണ്ട് വ്യൂ കാര്യങ്ങൾ വരുന്നത്. സൺറൂഫ് അവിടെ മാത്രമേ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെറിയ ലൈറ്റ്സിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ.
പവർഫുൾ ലൈറ്റ്സ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്നത്. സോ നമ്മൾ ഓഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളും വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അറിയാലോ ഓഡിനെ കുറിച്ച് സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര സേഫ്റ്റി ഉള്ളതാണ്, അറിയാലോ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. അന്ന് മുതലേ 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വെഹിക്കിളാണ്. അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഒരുപാട് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇത് 2017 ഔഡി, അതായത് സിംഗിൾ ഓണർഷിപ്പ് വരുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഷോറൂമിൽ അധികം നമ്മൾ എന്ത് ചെയ്യുന്നത് ഒറിജിനൽ കേരള വെഹിക്കിളാണ് നമ്മൾ ചെയ്യുന്നത്. ഒറിജിനൽ കേരള വെഹിക്കിൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഷോറൂമിനായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് 2017 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിളാണ്. ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ആണ് വെഹിക്കിൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 14,80,000 രൂപയാണ്. 14,85,000 ആണ് നമ്മുടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. സിംഗിൾ ഓണർ ആണ്, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്, 2017 വണ്ടി, കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടി. നമ്മളെ കളത്തിൽ കാർസിലാണ്, പെരിന്തമണ്ണ ലൊക്കേഷനിലാണ് കേട്ടോ. ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. അതിൽ വാട്സപ്പ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക, ഞാൻ വണ്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഔഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഷെർബിൽ SRB എന്ന ഇൻസ്റ്റാഗ്രാം നമ്മൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കളത്തിൽ കാർസ് എന്ന ഇവരുടെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ റിവ്യൂസ് നമ്മുടെ ചാനൽ ഉടനെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.